നിലമ്പൂരിൽ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുന്നുവെന്ന് പരാതി. പ്രധാന സംസ്ഥാന പാത പൂർണ്ണമായും അടച്ചിട്ടുള്ള പ്രവൃത്തികൾ നീളുംതോറും യാത്രാ ദുരിതവും ഇരട്ടിയാവുകയാണ്. പ്രാദേശിക ബദൽ പാതകളും തകർന്ന നിലയിലാണ്. വഴിയില്ലാതെ ഒറ്റപ്പെട്ട 1000-ഓളം കുടുംബങ്ങൾക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി റെയിൽവേ സ്റ്റേഷൻ പരിസരം വഴിയുള്ള പാത അനുവദിക്കണമെന്നാണ് ആവശ്യം. അഷ്കർ അലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂരിലെ ജനങ്ങളുടെ ഏറെ കാത്തൊരു സ്വപ്നമാണ് നിലമ്പൂർ റോഡ് റെയിൽവേയുടെ ഞാൻ നിൽക്കുന്ന ഭാഗത്തോടെയുള്ള അണ്ടർപാസ് എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെ 20-ലധികം തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിലൂടെ തന്നെ നിലമ്പൂർ പെരുമ്പാവൂർ സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊക്കെ പലപ്പോഴും പല സമയങ്ങളായി കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത് ഒഴിവാക്കാനാണ് പ്രത്യേകിച്ച് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഒരു അണ്ടർപാസ് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ, പ്രത്യേകിച്ച് റെയിൽവേ അണ്ടർപാസിൻ്റെ പ്രവർത്തനം നടക്കുന്ന മേഖലയിലെ ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകാത്തതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പ്രാദേശികമായി ഇവിടെയുള്ള ആളുകൾക്ക് നഗരത്തിലേക്ക് എത്താനുള്ള വഴികളടക്കം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ മറ്റ് ചെറിയ റോഡുകളൊക്കെ തന്നെ വലിയ വാഹനങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ആ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഏപ്രിൽ 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതാണ്. അതിനുശേഷം ഒരാഴ്ചക്കാലം കൊണ്ട് ഈ റോട്ടിലെടുത്ത പണിയാണ് ഞങ്ങളെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. സാധാരണ റെയിൽവേയുടെ മെയിൻ ടിക്കറ്റ് കൗണ്ടർ വരുന്ന ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ആ മെയിൻ ടിക്കറ്റ് കൗണ്ടർ അടക്കം റെയിൽവേയുടെ ഗുഡ് ഷെഡിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡ് വളരെ ചെറിയൊരു താൽക്കാലിക പണി നടത്തിയാൽ നമുക്ക് സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഹെവി വാഹനങ്ങളൊന്നും വിട്ടില്ലെങ്കിൽ പോലും സാധാരണ ഒരു ബൈക്കും കാറും ഒക്കെ പോകാൻ കഴിയുന്ന സൗകര്യം അതുവഴി ലഭ്യമാവും. അപ്പോൾ അതെങ്കിലും തുറന്ന് കിട്ടാനുള്ള ഒരു അനുവാദം കിട്ടണം. ഒരു രോഗിയായ ആൾ ഇവിടുന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാൾ കാൽനടയായി യാത്ര ചെയ്താൽ ഗവൺമെൻറ് നിലമ്പൂരെത്തിയപ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി. ഈ ചെറിയ റോഡുകളിലൂടെയൊന്നും രാത്രി വണ്ടികളൊന്നും വിളിച്ചാൽ കിട്ടില്ല. ഓട്ടോറിക്ഷ എപ്പോഴെങ്കിലുമൊക്കെയാണ് വിളിച്ചാൽ വരിക. ഈ രീതിയിൽ പണി പുരോഗമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 15 മാസം കൊണ്ടൊക്കെ പണി പൂർത്തിയാക്കാൻ കഴിയും. യാതൊരു പ്രതീക്ഷ, അതാണ് ജനങ്ങളുടെ ആശങ്ക. അതുകൊണ്ടാണല്ലോ ജനങ്ങളിത് ഈ രീതിയിൽ പ്രതിഷേധമായിട്ട് മുന്നോട്ട്. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ് സത്യത്തിൽ ഈ ഒരു പദ്ധതി എന്നുള്ളത്. ഇത് കുറേ കാലത്തിൽ സ്വപ്നമാണ്. പക്ഷേ ഈ തുടങ്ങി അതുപോലെ തന്നെ അവസാനിച്ചൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്ന് ഈ 2 വാർഡിലുള്ള 1000-ഓളം വീട്ടുകാർക്ക് നിലമ്പൂർ ടൗണിലേക്ക് എത്താൻ യാതൊരു മാർഗവുമില്ലാതെ നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ റോഡ് മാറിക്കഴിഞ്ഞു. ഒരു അധികാരിയും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരാളും നോക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബൈപ്പാസ് റോഡുകൾ തകരില്ലായിരുന്നു. ബൈപ്പാസ് റോഡും തകർന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് ആരെങ്കിലും, അതായത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഈ ഒരു അടിയന്തര ആവശ്യങ്ങൾക്കുള്ള യാത്രാ സൗകര്യം അല്ലെങ്കിൽ സഞ്ചാര സൗകര്യം പോലും അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി നൽകുന്നില്ല എന്നതാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം. അതിനുള്ള പരിഹാരം അടിയന്തരമായി കാണാൻ അധികൃതർ തയ്യാറാവേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.